നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ നീണ്ട 19 വർഷങ്ങൾക്ക് ശേഷം സത്യം ഒന്നൊന്നായി പുറത്തുവരുമ്പോൾ എല്ലാം കലങ്ങിത്തെളിഞ്ഞുവെന്ന് ഉറപ്പിക്കാൻ കഴിയുമോ? അസ്ഥികൾ കരിച്ച് ചാരമാക്കി അവ പലയിടങ്ങളിലായി വിതറിയെന്ന പ്രതി സെബാസ്റ്റ്യന്റെ മൊഴികൾ വിശ്വസനീയമാണോ? ബിന്ദുവിന്റെ ഒരു അസ്ഥി കഷ്ണമെങ്കിലും ബാക്കി കിട്ടിയില്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് അത് എത്രത്തോളം വെല്ലുവിളിയാകും? സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും മാത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കേസിലേക്കുള്ള ആകെയുള്ള വഴി. വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊലപാതകത്തിൽ ഇനി എന്ത് തെളിവുകൾ ബാക്കിയുണ്ടാകും? കഴിഞ്ഞ ഒരാഴ്ച നീണ്ട ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിലും ചേർത്തലയിലെ കൊലപാതക പരമ്പരകളിൽ അന്വേഷണ സംഘത്തിന് എന്തൊക്കെ തെളിവുകളാണ് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞത്? ഇനിയുള്ള ക്രൈംബ്രാഞ്ചിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? സ്പോട്ട് ലൈവ് പ്രധാനമായും പരിശോധിക്കുന്നതാണ്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, ഇന്ന് സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച നീണ്ട ചോദ്യം ചെയ്യലിൽ തെളിവെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പള്ളിപ്പുറത്തെ കൊലപാതക പരമ്പരകളുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞത്? പ്രത്യേകിച്ചും ഈ കാലയളവിൽ ഇയാൾ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ജയനമ്മയുടെ കൊലപാതകത്തിലും കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെയും ബാക്കി സ്ത്രീകൾക്ക് എന്താണ് സംഭവിച്ചത്? ബാക്കിയുള്ള സിന്ധുവിനെയും കുഞ്ഞിപ്പെണ്ണിനെയും അതോടൊപ്പം ഐഷിക്കുമൊക്കെ എന്താണ് സംഭവിച്ചതെന്ന കാര്യം അറിയണം. ഇതേക്കുറിച്ചൊക്കെ എന്തെങ്കിലും വ്യക്തത, സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലതാമസം ഈ കേസിൽ വളരെ പ്രതിസന്ധിയുള്ള ഒന്നായിരുന്നു. പ്രത്യേകിച്ച് അന്വേഷണ സംഘത്തിന് ഇതുവരെ അതിനകത്ത് ഒരു തുമ്പിലേക്കും പോകാൻ കഴിയാതിരുന്നത് പോലും ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ വന്നൊരു കാലതാമസമാണ്. 2006 ബിന്ദു പത്മനാഭനെ കാണാതാവുമ്പോഴും 2017 ആ കേസ് ഒന്ന് രജിസ്റ്റർ ചെയ്യപ്പെടുക പോലും ചെയ്തത്. കാരണം ബിന്ദുവിന്റെ സഹോദരൻ പരാതി നൽകുന്നത് 2017 ഈ 2017 കാലയളവിലേക്കൊക്കെ വരുമ്പോൾ വളരെ കാൽക്കുലേറ്റഡ് ആയി 2006 ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ 2006 ശേഷം പിന്നീട് സെബാസ്റ്റ്യൻ 2013 കൂടി ബിന്ദു പത്മനാഭന്റെ സ്വത്തുക്കൾ, ഇടപ്പള്ളിയിൽ ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ മുഴുവൻ വിറ്റ് അയാൾ സാമ്പത്തികമായി വളരെയധികം നേട്ടം കൈവരിക്കുന്ന രീതിയിലേക്ക് വന്നു. അഭിഭാഷകർ ഉൾപ്പെടെ സഹായങ്ങൾ ഇയാൾ എടുത്തു. മറ്റ് രീതിയിലുള്ള ശാസ്ത്രീയമായ സഹായങ്ങളൊക്കെ ഇയാൾ തേടുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ സെബാസ്റ്റ്യൻ 2017 അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് വരുമ്പോൾ അയാൾ വളരെ ക്ലിയറായി എങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കണം എന്നുള്ള രീതിയിൽ വന്ന ഒരാളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ നടത്തിയ ഒരു ഘട്ടത്തിൽ അയാൾ ഒന്നും പറയാതായതോടുകൂടി അയാളുമായി ചുറ്റും ഇടപെട്ട് നിന്നിരുന്ന ആളുകളിലേക്ക് അന്വേഷണ സംഘം നീങ്ങി. അവരോടൊപ്പം നിന്ന് പല ഘട്ടങ്ങളിലും അവരത് തിരിച്ചെടുക്കാൻ നോക്കി. ഒരുപക്ഷെ ലോക്കൽ പോലീസ് അല്ല ഈ അന്വേഷണം, നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്ത ലോക്കൽ പോലീസ് അല്ല. ലോക്കൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നീതിപൂർവമായ അന്വേഷണവും ബിന്ദു പത്മനാഭൻ കേസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് എത്തിയപ്പോഴാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇത്ര വിദഗ്ധമായ ഒരു പരിശോധന നടത്തിയിട്ടും എവിടെയും സെബാസ്റ്റ്യനെ കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അത് ഇയാളുടെ ഒരു കൊലപാതകങ്ങളുടെ രീതിയുടെ പ്രത്യേകത കൂടിയാണ്. അതായത് ഈ സ്ത്രീകളെ ഒക്കെ തന്നെ ഇയാൾ കൊലപ്പെടുത്താനായി കൊണ്ടുപോകുമ്പോൾ വളരെയധികം അടുത്ത ബന്ധം ഈ സ്ത്രീകളുമായി ഇയാൾ വെച്ച് പുലർത്തുന്നു. ആ രീതിയിൽ സ്ത്രീകളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ അയാൾക്ക് ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. വളരെ വിശ്വാസത്തിലെടുക്കാൻ താനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ വളരെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ സെബാസ്റ്റ്യന് കഴിയുമെന്നുള്ളതാണ്. പിന്നീട് അവർ തമ്മിലുള്ള ബന്ധങ്ങളും അവർ തമ്മിലുള്ള ഡീലുകളുമാണ്, നീക്കുപോക്കുകളുമാണ്. അപ്പോൾ ഇതൊന്നും പുറത്തേക്ക് മറ്റുള്ളവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. സെബാസ്റ്റ്യന്റെ കയ്യിലേക്ക് ഇവർ എത്തിയാൽ പിന്നീട് ഇവരെ നിയന്ത്രിക്കുന്നത് മുഴുവൻ സെബാസ്റ്റ്യൻ ആയിരിക്കും എന്നുള്ളതാണ്. ആ കേസിൽ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ടായത് റോസമ്മ മാത്രമാണ്. കാരണം റോസമ്മയോടും ഇയാൾ സ്നേഹം നടിച്ചിരുന്നു, റോസമ്മയെ വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ റോസമ്മയും കുറച്ചുകൂടെ ബുദ്ധിശാലി ആയതുകൊണ്ടായിരിക്കും സെബാസ്റ്റ്യന്റെ അവസാന കയ്യിലേക്ക് അവർ വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ബിന്ദു പത്മനാഭനെ ആ വീട്ടിലേക്ക് എത്തിക്കുന്നതും കിടപ്പുമുറിയിലാണ് കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. മൃതദേഹം വെട്ടി നുറുക്കി അയാൾ പല കഷ്ണങ്ങളാക്കിയാണ് പലയിടങ്ങളിൽ കുഴിച്ചുമൂടിയെന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഒരാളെ കൊലപ്പെടുത്തിയാൽ ഈ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെട്ടി നുറുക്കി മൂടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരണമെങ്കിൽ അയാൾക്ക് ഇതിനു മുമ്പും കൃത്യമായ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു ഘട്ടത്തിൽ ഇത് സംഭവിച്ചു പോയാൽ പോലും ഇതിനെ ഇത്ര ക്രിയാത്മകമായ ഈ രീതിയിൽ, അതായത്
ഒരാളെ മൃതദേഹം രക്തം കട്ട പിടിക്കുന്നത് വരെ അയാൾ വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് മുറിച്ച് പല കഷ്ണങ്ങളാക്കി പലയിടങ്ങളിലായി കുഴിച്ചിട്ട ശേഷം പിന്നീട് മൃതദേഹങ്ങൾ എടുത്ത് അയാൾ കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ അയാൾ ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും വളരെയധികം സംശയം എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ്. കാരണം സെബാസ്റ്റ്യൻ ഇതിന് മുമ്പും ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുള്ള ആളാണോ, അല്ലെങ്കിൽ ഇത്ര കൃത്യമായി ഇത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിലാണ്. ബിന്ദുവിനെ കഴുത്ത് ഞെരിച്ചാണെങ്കിൽ ജയനമ്മയെ തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. അപ്പം ഓരോ കാര്യങ്ങളിലും അയാളുടെ ഓരോ ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ ക്രൂരത കൂടിക്കൊണ്ട് വരുന്നൊരു സാഹചര്യമാണ് സെബാസ്റ്റ്യനെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത്. ആ രീതിയിൽ സെബാസ്റ്റ്യൻ ഈ 17 വയസ്സുള്ളപ്പോഴാണ് ബന്ധുക്കളുടെ ഭക്ഷണത്തിൽ എലിവിഷം കലർത്തിയത് എന്ന് പറഞ്ഞ് മൊഴി കൊടുത്തിട്ടുണ്ട് ബന്ധുക്കൾ തന്നെ. അപ്പോൾ അതിന് ഈ 17-നും പിന്നെ സെബാസ്റ്റ്യൻ ഈ ബിന്ദു പത്മനാഭനിലേക്ക് വരുന്ന ഒരു 40-കൾ 30-കളുടെ മധ്യത്തിലും സെബാസ്റ്റ്യൻ അതുവരെ എന്തായിരുന്നു എന്നുള്ളത് ഒരു വളരെ വലിയ ചോദ്യം തന്നെയാണ്. അതുവരെ അയാൾ എവിടെയായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നതൊക്കെ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിഗൂഢമായി നിൽക്കുകയാണ്. ബിന്ദു പത്മനാഭൻ മാത്രമാണോ സെബാസ്റ്റ്യന്റെ തുടക്കം എന്നുള്ളത് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അതല്ല എന്നുള്ള മനസ്സിൽ തോന്നിപ്പോകുന്ന രീതിയിലാണ് അയാൾ ഓരോ കാര്യങ്ങളെയും പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നും ലഭ്യമായിട്ടുള്ള മൃതദേഹ അവശിഷ്ടങ്ങളാണ്. ആ മൃതദേഹ അവശിഷ്ടങ്ങൾ അത് ഒരാളുടേതാണോ എന്നുള്ള സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഈ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ ഒരു വ്യക്തിയുടേതാണോ എന്നുള്ള സംശയം ജനിക്കുന്നുണ്ട്. കാരണം പല ആളുകളുടേതായുള്ള മൃതദേഹങ്ങൾ കളക്ട് ചെയ്യുകയും ഒരു സാധ്യത, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ആകെ ഇതുവരെ ലഭിച്ചൊരു സാധ്യത ഈ ജൈനമ്മ കൊലക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തില് പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ അസ്ഥി കഷ്ണങ്ങളാണ്. എന്നാൽ ഇത് ആരുടേതാണെന്ന് കണ്ടെത്താൻ ഒരു വ്യക്തത വരുത്താൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. DNA പരിശോധനയ്ക്ക് അയച്ചുവെങ്കിലും ഫലം കിട്ടിയിട്ടില്ലെന്ന് പറയുന്നു. അങ്ങനെ ഈ പ്രധാനമായും ഈ കേസിൽ ക്രൈംബ്രാഞ്ച് സംഘത്തെ സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളി എന്താണ്? കാരണം ഇയാൾ ശരണ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല, ഒരു നിഗൂഢത നിറഞ്ഞ ഒരു വ്യക്തിത്വം, ആകെ അടിമുടി ദുരൂഹത. അതായത് ഈ കേസ് പോലെ, ഈ കൊലപാതക പരമ്പര പോലെ തന്നെ ഈ ഒരു അസാധാരണ സ്വഭാവം പ്രകടിപ്പിക്കുന്ന വ്യക്തി. ഈ ചോദ്യം ചെയ്യലും തെളിവെടുപ്പുമൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്രത്തോളം വെല്ലുവിളിയായിരുന്നു, ദുഷ്കരമായിട്ടുള്ള സാഹചര്യമായിരുന്നു? എന്താണ് ശരണ്യ ഈ അന്വേഷണ സംഘങ്ങളുമായി, അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവരുടെ അനുഭവത്തിൽ നിന്നും ഈ സെബാസ്റ്റ്യനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ വ്യക്തമാക്കിയത്? അതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നമ്മളിപ്പോൾ ഒരു ക്രിമിനലിനെ കുറിച്ച് പറയുമ്പോൾ അയാൾക്ക് മറ്റ് അമാനുഷികതയുണ്ടോ, മറ്റ് പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊരു അതിഭാവുത്വമായി പോകുമെന്നറിയില്ല. പക്ഷേ സെബാസ്റ്റ്യനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ ഈ സ്ത്രീകളെ കൈകാര്യം ചെയ്ത ഒരു രീതിയാണ് എന്നുള്ളതാണ്. അതായത് ഇയാളെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഒക്കെ തന്നെ ഇപ്പോൾ ഇയാൾ ഏറ്റവും പ്രധാനമായി നാർക്കോ അനാലിസിസിന് വിധേയനാകുന്ന കാര്യം വന്നപ്പോൾ അയാൾ പറഞ്ഞത് അയാൾക്ക് പ്രമേഹ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, ഹൃദ്രോഗ സംബന്ധമായ ഇഷ്യൂസ് ഉണ്ട്, അയാൾ നാർക്കോ അനാലിസിസിന് വില്ലിങ് അല്ല എന്നുള്ള രീതിയിലാണ് അയാൾ നിൽക്കുന്നത്. അപ്പം നമ്മളുടെ ഒരു ഭരണഘടന അനുശാസിക്കുന്ന അത്തരം നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെ ആ നാർക്കോ അനാലിസിസ് എന്നുള്ള കാര്യം അയാൾ നടന്നില്ല. പക്ഷേ ഇയാൾ ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ പ്രമേഹത്തിന്റെ പ്രശ്നം ഒഴിച്ച് ഇയാൾക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. ആരോഗ്യവാനെന്നല്ല, നല്ല ആരോഗ്യവാനായ വ്യക്തി എന്നുള്ളതാണ് സെബാസ്റ്റ്യനെ കുറിച്ച് പറയുന്നത്. മാത്രമല്ല ഇനിയും അയാൾ പുറത്തേക്ക് പോയാൽ അപകടകാരി, വെറും ഒരു അപകടകാരിയല്ല, അത്രമേൽ അപകടകാരിയായ ഒരു ആളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. നമ്മൾ ചോദ്യം ചെയ്യുന്ന കാലഘട്ടങ്ങളിലും നമുക്കറിയാം, നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ തേടിപ്പോയതാണ്, പല കാര്യങ്ങളും നമ്മൾ പുറത്തേക്ക്. അപ്പം നമ്മൾക്കൊരു കൗതുകമായിരുന്നു ഈ ഓരോ കേസും നമ്മൾ അന്വേഷിച്ച് തുടങ്ങുമ്പോൾ ഇയാൾ ഇങ്ങനെയൊക്കെ പോയി എന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ അത് വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ വളരെ പ്ലാൻഡായാണ് അയാൾ ഓരോരുത്തരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ആളുകളെ വീട്ടിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ സെബാസ്റ്റ്യനുമായി സ്ത്രീകൾക്ക് ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഈ സ്ത്രീകൾ ഇപ്പോഴും വരുന്നില്ല, അല്ലെങ്കിൽ ഇവർ ഒരുപക്ഷെ ജീവനോടെ ഉണ്ടാവില്ലെന്ന് അറിയാം. പക്ഷെ അത് എന്ത് ചെയ്തു, എങ്ങനെ ഇത് കൈകാര്യം ചെയ്തു, എപ്പോൾ സംഭവിച്ചു, ഇതൊന്നും ഈ മരണപ്പെട്ട വ്യക്തിക്കും സെബാസ്റ്റ്യനും അല്ലാതെ മറ്റൊരാളിലേക്കും ഇതൊന്നും ചോർന്നു പോകുന്നില്ല. അത് തന്നെയാണ് ഈ 10-9 വർഷത്തോളം മേലെയായി ഈ കേസുകളൊന്നും തന്നെ തെളിയിക്കപ്പെടാതെ സെബാസ്റ്റ്യനിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്നത്. അവിടെ നിന്നാണ് ജൈനമ്മ കേസിൽ ഒരു പിടി വീണതോടുകൂടി താനിത്
അത് ചെയ്യുന്ന ആളാണ് എന്നുള്ള ഒരു കൃത്യമായി നിങ്ങളിത് ചെയ്യും എന്ന ഉറപ്പ് അന്വേഷണ സംഘത്തിന് ഈ സെബാസിലേക്ക് അടിച്ചേൽപ്പിച്ച് കൊണ്ടുവരാൻ പറ്റിയതെന്നുള്ളതാണ്. അതിൽ തന്നെ ചോദ്യം ചെയ്യലിന്റെ ഓരോ ഘട്ടത്തിലും വളരെ വിചിത്രമാണ്. ഇയാൾ കണ്ണ് ചിമ്മാറില്ല എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇയാളെ നമ്മൾക്ക് പല രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോഴുള്ള അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന ഘട്ടത്തിൽ പോലും ഇയാൾ ഒരു ഉറക്കം, ഇപ്പോൾ ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ, അപ്പോൾ ഉറക്കം നിർത്തിയൊക്കെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലൊക്കെ ഇയാൾ ഉറങ്ങാതെ തന്നെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അങ്ങനെ ഉറങ്ങാതെ പിടിച്ചു നിന്ന് അയാൾ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല കൈ ഉയർത്തി പിടിച്ച് പല പ്രാവശ്യം, അത് നമ്മൾ പറയാൻ പാടില്ല എങ്കിൽ പോലും കൈ ഉയർത്തി പിടിച്ചാണ് അയാളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി, മാനസികമായി ഒന്ന് ഇയാളെ തകർത്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ശ്രമിച്ചപ്പോൾ അതിൽ പോലും ഇവർ പാളിപ്പോയി എന്നുള്ളതാണ്. സാധാരണ മനുഷ്യർക്ക് നിൽക്കാവുന്നതിനേക്കാൾ കൂടുതൽ മണിക്കൂറുകളോളം സെബാസ്റ്റ്യൻ വളരെ കൂളായി ഈ ചോദ്യം ചെയ്യലിനെ അതിജീവിച്ചു എന്നുള്ളതാണ്. ഉറക്കം അയാൾക്കൊരു പ്രശ്നമല്ല. ഇത്തരത്തിൽ മാനസികമായി ഇപ്പോൾ കൈ ഉയർത്തി പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ കൈ നീട്ടി പിടിച്ച് നിൽക്കുക, ഇതൊന്നും അയാൾക്ക് പ്രശ്നമേ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹിപ്നോട്ടിസ് ചെയ്യാൻ ഏറ്റവും ഒടുവിലായി ഹിപ്നോട്ടിസം ആയിരുന്നു അവരെ പോലീസ് അതിനകത്ത് ഉപയോഗിച്ച ഒരു മാർഗം. അത്തരത്തിൽ ഹിപ്നോട്ടിസ് ചെയ്ത് അയാളിൽ നിന്ന് പലതും എടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു. അവിടെയും പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കാരണം അവിടെ പോലീസ് അയാളിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഇയാളുടെ ഹിപ്നോട്ടിസ് ചെയ്യാൻ വേണ്ടി ഇയാളെ ഉറക്കി നിർത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു കാരണവശാലും അയാൾ വില്ലിങ് ആവുന്നില്ല എന്നുള്ളതാണ്. കാരണം കണ്ണടച്ച് ഇരിക്കാൻ പറയുന്ന ഘട്ടത്തിൽ അയാൾ വിരലുകൾ കൊണ്ട് തുടയിൽ അടിച്ചുകൊണ്ടേയിരിക്കും. പതുക്കെ ആരും അറിയാത്ത രീതിയിൽ അയാൾ തട്ടിക്കൊണ്ടേയിരിക്കും. അവസാനം ഹിപ്നോട്ടിസം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെത്തി ഇയാള് ഉപബോധ മനസ്സിനെ ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. യെസ്, അതാണ് ശരണ്യ സൂചിപ്പിച്ചതുപോലെ അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നതനുസരിച്ച് ഒരു അമാനുഷിക സ്വഭാവം പ്രകടിപ്പിക്കുന്ന കൊടും കുറ്റവാളിയായ സെബാസ്റ്റ്യൻ. ശരണ്യ, ഈ ഒരു കേസിൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി കാലാവധി പൂർത്തിയാവുകയാണ്. മറ്റ് കേസുകൾക്ക് വ്യക്തത വന്നിട്ടില്ല. അതോടൊപ്പം ജൈനമ്മ കേസിലും ബിന്ദു പത്മനാഭൻ കേസിലും കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ ചില സൂചനകൾ വന്നതാണ് വേളാങ്കണ്ണി ഉൾപ്പെടെയുള്ള, അതായത് സംസ്ഥാനത്തിന് പുറത്തേക്ക് സെബാസ്റ്റ്യനുമായി പോലീസ് തെളിവെടുപ്പിനായി പോകുമെന്ന്. ഇനി അത്തരമൊരു നീക്കം ഉണ്ടാകുമോ? അതോ നേരത്തെ സെബാസ്റ്റ്യൻ പറഞ്ഞിരുന്നല്ലോ ബിന്ദുവിൻ്റെ ശരീരഭാഗങ്ങൾ കത്തിച്ച് ചാരമാക്കിയെന്ന്. അത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ? അതോ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇയാൾ മൃതദേഹം മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു എന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? മറ്റ് സ്ഥലങ്ങളിലേക്ക് തെളിവെടുപ്പ് നടത്തേണ്ട ഒരു സാഹചര്യമുണ്ടോ? ശരണ്യ, ഇപ്പോൾ 2 കേസുകളിൽ, ഇപ്പോൾ ബിന്ദു പത്മനാഭൻ ജൈനമ്മ കേസുകളിൽ മാത്രമാണ് ഇയാൾ അന്വേഷണ സംഘത്തിന്റെ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ ആയിഷ കേസിൽ ഉടനെ പ്രതി ചേർക്കപ്പെടും എന്നുള്ളതാണ്. എന്നിട്ടും അവിടെ നിന്ന് കിട്ടിയ ഈ ശരീരഭാഗങ്ങളിൽ ഈ കത്താത്ത അവശിഷ്ടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇത് അഹമ്മദാബാദിലെ ഒരു പ്രധാനപ്പെട്ട ലാബിലേക്ക്, അതായത് ഒരു പ്രൈവറ്റ് ലാബിലേക്ക് കൂടി അന്വേഷണ സംഘം അയച്ചിരിക്കുകയാണ്. അത്ര വിദഗ്ധമായി ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് DNA വേർപെടുത്തി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ, ആരുടേതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതിന് വേണ്ടി നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണത്. ആ ടെസ്റ്റിന് വേണ്ടിയാണ് ഇതിപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ തന്നെ അങ്ങനെ ഒരു ടെസ്റ്റിന് കൊടുക്കുന്ന ഘട്ടത്തിൽ തന്നെ കേരള പോലീസ്, ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആണെങ്കിലും വലിയ വെല്ലുവിളി സാമ്പത്തികമായിട്ടുള്ള, കാരണം ഫണ്ടൊക്കെ സർക്കാർ അനുവദിച്ചു വരേണ്ട നല്ല ചിലവുള്ള ഇതാണ്. അപ്പോൾ അത് തന്നെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ആ പൈസ നൽകുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അത്ര സീരിയസ് ആയിട്ടാണ് അന്വേഷണ സംഘം ഈ കേസിനെ കാണുന്നത്. അവർ ഇപ്പോൾ ഇന്നലെ നമ്മൾ ഈ കേസ് അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവ് ഓഫീസർ ആയിട്ടുള്ള ഹേമന്ത് കുമാറിനോട് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സെബാസ്റ്റ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 6 ദിവസവും അത് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഒപ്പം പിന്നെ ഇയാൾ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ബിന്ദു പത്മനാഭനെ വകവരുത്തിയതിനു ശേഷം ജയ എന്ന സ്ത്രീയോട് ഇയാൾ അടുപ്പം സ്ഥാപിച്ചുകൊണ്ട് ജയനെ വെച്ചിട്ടാണ് ഇടപ്പള്ളിയിലെ ഭൂമി, ബിന്ദുവിൻ്റെ സാമ്യമുള്ള സ്ത്രീ എന്നുള്ള രീതിയിൽ ജയനെ വെച്ചിട്ടാണ് ഇടപ്പള്ളിയിലെ ഭൂമി
ബി ഒപ്പിട്ട് ആ കേസിനകത്ത് ഫോർജറി കേസിനകത്ത് ജയ് ആണ് പ്രതിസ്ഥാനത്തേക്ക് വന്നത്. സെബാസ്റ്റ്യൻ പ്രതിസ്ഥാനത്തുണ്ടെങ്കിലും ഈ കേസുകളൊക്കെ വരുമ്പോൾ ഈ ആൾമാറാട്ടം നടത്തിയവരുൾപ്പെടെയാണ് ഇതിനകത്ത് പ്രതിക്കൂട്ടിലേക്ക് പോവുകയും അവരാണ് ഇതിനകത്ത് പ്രതിസന്ധി അനുഭവിക്കാൻ പോകുന്നത്. ആ കേസുകളിൽ സെബാസ്റ്റ്യൻ വളരെ സിമ്പിളായി ഊരിപ്പോകുന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ജയയെ കൊണ്ടുപോയി ബിന്ദു എന്നുള്ള രീതിയിൽ ചിത്രമെടുക്കാൻ ശ്രമിച്ച സ്റ്റുഡിയോയിലടക്കം തെളിവെടുപ്പെടുത്തുന്നത്. അങ്ങനെ വളരെ കാര്യക്ഷമമായി തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനി സെബാസ്റ്റ്യനെ ഇന്ന് ഈ പള്ളിപ്പുറത്തെ കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി സെബാസ്റ്റ്യനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. IS റിക്രൂട്ട്മെന്റ് കേസിൽ തമിഴ്നാട് സ്വദേശികൾക്ക് 8 വർഷം കഠിന തടവ്. മുഹമ്മദ് അസറുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവരെയാണ് കൊച്ചി NIA കോടതി ശിക്ഷിച്ചത്. ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞു. ഇരുവരും ഉക്കടം കാർ ബോംബ് സ്ഫോടന കേസിലും പ്രതികളാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ISന്റെ ക്രൂരകൃത്യങ്ങൾ പറയുന്ന വീഡിയോകൾ, തീവ്ര നിലപാടുള്ള നേതാക്കളുടെ വീഡിയോകൾ തുടങ്ങിയവ യുവാക്കളിലേക്ക് എത്തിക്കുക, ISന്റെ ആശയപ്രചരണം നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ NIAക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ 2 പ്രതികൾക്കും 8 വർഷം കഠിന തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. എന്തായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ? ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഡാനി. ടോം, NIA കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇവർക്ക് എതിരെ ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റങ്ങൾ അത് തെളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. 40ഓളം സാക്ഷികളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിസ്തരിക്കുകയും അത്തരം കാര്യങ്ങളിലേക്കെല്ലാം തന്നെ കോടതി നടപടികൾ പോവുകയും ചെയ്തിരുന്നു. പ്രധാനമായും തന്നെയും ഇവർക്ക് എതിരെ ചുമത്തിയിരുന്ന കുറ്റകൃത്യങ്ങൾ UAPA വകുപ്പ് പ്രകാരം 38, 39 വകുപ്പുകൾ പ്രകാരം തീവ്രവാദ സംഘടനകളുടെ അംഗമാകൽ, അതിൻ്റെ ആശയപ്രചാരണം, അതോടൊപ്പം തന്നെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം 120B കുറ്റകരമായ ഗൂഢാലോചന എന്നീ വകുപ്പും ചുമത്തിയിരുന്നു. ഇതെല്ലാം തന്നെ തെളിഞ്ഞിരിക്കുന്നു എന്നതാണ്. കാരണം ഇവർക്കെതിരെ ശക്തമായ തെളിവുകളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്. ഇവർ കഴിഞ്ഞ നാളുകളായിട്ട്, പ്രത്യേകിച്ച് മുഹമ്മദ് അസറുദ്ദീൻ 2013 മുതൽ തന്നെ ഈ IS റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. പല രീതിയിലുള്ള മൊഴികളും അതിനെ അടിസ്ഥാനമാക്കി ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മുഹമ്മദ് അസറുദ്ദീനെ സന്ദർശിക്കുന്നതിന് വേണ്ടി ചെന്നൈയിൽ നടന്ന ചെന്നൈ കോയമ്പത്തൂർ കാർ സ്ഫോടനത്തിൽ ചാവേറായി മാറിയ ജമീഷ മുബീൻ ഇവിടെ സന്ദർശനം നടത്തിയതായിട്ടും എല്ലാം തന്നെ തെളിഞ്ഞിട്ടുണ്ട്. അന്ന് റിമാൻഡ് തടവുകാരനായിരുന്നു. റിമാൻഡിലായിരുന്ന മുഹമ്മദ് അസറുദ്ദീനെ കാണുന്നതിന് വേണ്ടിയായിരുന്നു ജയിലിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരായിട്ടുള്ളൊരു സുശക്തമായൊരു ബന്ധം ഇവർക്ക് ഈ നെറ്റ്വർക്കിൽ ഉണ്ടായിരുന്നു എന്നതെല്ലാം തന്നെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 8 വർഷത്തെ കഠിന തടവാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇവർ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ഒപ്പം സിറിയയിലേക്കായിരുന്നു ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തി യുവാക്കളെ ഇവിടേക്ക് അയക്കുകയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ രീതിയിൽ ഇവർ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർക്ക് പലരുമായിട്ട് തന്നെ ഈ രീതിയിൽ ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് അസറുദ്ദീൻ കേരളത്തിലേക്ക് എത്തുന്നത് ചികിത്സാർത്ഥം എന്ന പേരിലാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ഇത് സംബന്ധിച്ച് എന്നെ അന്വേഷിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായി ഇയാൾക്ക് എന്തായിരുന്നു ഇവിടെയുള്ള കാര്യങ്ങൾ എന്നതെല്ലാം തന്നെ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ശ്രീലങ്കൻ ബ്ലാസ്റ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെയുള്ള ഈ കണ്ണികളെക്കുറിച്ച് ഒരു പോലീസിനും വിവരം ലഭിക്കുകയും NIAക്കടക്കം വിവരം ലഭിക്കുകയും പിന്നീട് അന്വേഷണത്തിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്ത് 2019 NIA കേസ് ഏറ്റെടുക്കുകയും പിന്നീട് ഇവർ പിടിയിലാകുകയും എല്ലാം ചെയ്യുന്നത്. ഏതായാലും വളരെ ശക്തമായ രീതിയിൽ കണ്ണികളോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു സംഘത്തെ തന്നെയാണ്, ഈ രീതിയിൽ പ്രവർത്തിച്ചിരുന്നവരെ തന്നെയാണ് NIAക്ക് അന്വേഷണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞത്. ഒരു പരിധിവരെയെങ്കിലും അതിൻ്റെ കണ്ണികൾ മുറിക്കാനും NIAക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർക്കിടയിൽ പ്രവർത്തിച്ചിരുന്നവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ ഇപ്പോൾ കോടതിയിലേക്ക് എത്തുകയും കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇതുമായി തീർച്ചയായും, കാരണം ഡാനി സൂചിപ്പിച്ചതുപോലെ 2019 NIA ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയത്. നിരോധിത സംഘടനയായ ISലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക, ആശയങ്ങൾ പ്രചരിപ്പിക്കുക, സമൂഹ മാധ്യമങ്ങളിൽ ആശയപ്രചരണം നടത്തുക, സിറിയയിലേക്ക്
ആളുകളെ കടത്തുക, യുവാക്കളെ കടത്തുക, അങ്ങനെ ഒരു ഗൂഢാലോചന അടക്കമുള്ള തെളിവുകളാണ് ഈ പ്രതികൾക്കെതിരെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഡാനി, ഈ തമിഴ്നാട് സ്വദേശികൾ മാത്രമായിരുന്നു ഈ കേസിലെ പ്രതികളായിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഇവർക്ക് ഈ തീവ്രവാദ സംഘടനകളുമായി ഇവരുടെ ബന്ധം എങ്ങനെയാണ് തെളിയിക്കാൻ കഴിഞ്ഞത്? ഇവർ എത്ര നാളുകളായി ഈ രീതിയിൽ ഈ IS-ലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ, നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം, രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത്? ടോം, 2013 മുതൽ മുഹമ്മദ് അസറുദ്ദീൻ ഇവിടെ കേന്ദ്രീകരിച്ച് രാജ്യത്തെ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. മുഹമ്മദ് അസറുദ്ദീൻ തന്നെയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കണ്ണി എന്ന NIA കരുതുന്നത്. ഇയാളെ കാണുന്നതിനും സംസാരിക്കുന്നതിനും വേണ്ടി തന്നെയാണ് ഇവിടെ കോയമ്പത്തൂർ സ്ഫോടനത്തിൽ ചാവേറായിരുന്ന മുബീഷ ജമീൽ ഇവിടെ എത്തുകയും ജയിലിൽ സന്ദർശനം നടത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. ഇവരുമായിട്ട് ദീർഘനേരം സംഭാഷണം നടത്തിയെന്നതെല്ലാം തന്നെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശൃംഖല നാളുകളായിട്ട് ഇവിടെ പ്രവർത്തിക്കും. 2013 തുടങ്ങി ഇയാളുടെ ഒരു പ്രവർത്തനം ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണെന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേരെ ഇവർ ഈ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സമീപിക്കുകയും ചെയ്തു. ആ കാര്യങ്ങളിലെല്ലാം തന്നെ ഇവർ പല ഇടപെടലും നടത്തിയിട്ടുണ്ട്. പലരെയും കാണുകയും പലയിടങ്ങളിൽ രഹസ്യ യോഗങ്ങൾ സംഘടിപ്പിക്കുക തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഈ രഹസ്യ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത് സംബന്ധിയായ കാര്യങ്ങളിലുമെല്ലാം കൂടിച്ചേരലുകൾ നടന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങളും NIAക്ക് ലഭിച്ചു. ഇങ്ങനെയാണ് 40ഓളം സാക്ഷികളെ വിസ്തരിക്കുന്നത്. 40ഓളം സാക്ഷികൾ വിവിധ ഇടങ്ങളിൽ നിന്നുള്ളവരാണ്. അവർക്ക് പലയിടങ്ങളിലായിട്ട് ഇവരെ ഈ യോഗം ചേരുന്നതിനടക്കം സജ്ജീകരണങ്ങൾ പല പേരുകളിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവരവിടെ ഈ മുറികളെടുക്കുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ തെളിവുകൾ ഏകോപിപ്പിക്കാനെല്ലാം തന്നെ NIAക്ക് കഴിഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിൽ നിന്നും ഇവരെ ഈ പിടികൂടുമ്പോൾ അവർ ആ ഭാഗങ്ങളിൽ എന്തായിരുന്നു ചെയ്തിരുന്നത്, അവിടെ ആരെല്ലാമായിട്ട് പ്രവർത്തിച്ചിരുന്നതെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പലയിടത്തും തന്നെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പലയിടത്തും ഇവർ താമസമാക്കിയത്. ഈ 40ഓളം പേരെ വിസ്തരിച്ചു പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളും NIAക്ക് ലഭിക്കുകയും ചെയ്തു. കൂടുതൽ പേരിലേക്ക് ആ ഘട്ടത്തിൽ അന്വേഷണം ചെല്ലുകയും ചെയ്തിരുന്നതാണ്. ഏതായാലും ഈ കേസിൽ ഇവർ 2 പേരാണ് പ്രതികളായിട്ടുള്ളത്. ഈ 2 പേർക്കുള്ള ശിക്ഷയാണ് ഇന്നിപ്പോൾ കൊച്ചി NIA കോടതി വിധിച്ചിരിക്കുന്നത്. ഈ കേസിൽ നിലവിൽ മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം തന്നെ ഈ IS റിക്രൂട്ട്മെൻറ്റ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇപ്പോഴും സമാന്തരമായ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ ശിക്ഷയാണ് ഇന്ന് NIA കോടതി വിധിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനൊരുങ്ങി അന്വേഷണ സംഘം. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. അമ്മ ശ്രീധുവിനും അമ്മാവൻ ഹരികുമാറിനും വേണ്ടിയാണ് അപേക്ഷ നൽകിയത്. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ദേവേന്ദു എന്ന 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിലെ ചുരുളുകൾ അഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പല സംശയങ്ങളും ബാക്കിയാണ്. പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ശാസ്ത്രീയ തെളിവുകളിലൂടെ ഈ അമ്മ ശ്രീധുവിനും കൊലപാതകത്തിൽ, ഈ കുഞ്ഞിൻ്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമായതോടെയാണ് കഴിഞ്ഞ ദിവസം ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇനി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം. അതിൽ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തേണ്ടത്? ഇപ്പോഴും ഈ കുഞ്ഞിൻ്റെ പിതൃത്വം സംബന്ധിച്ചും പല സംശയങ്ങളുണ്ട്. അതോടൊപ്പം എന്തിനാണ് ഈ കുഞ്ഞിനെ ഇരുവരും കൊലപ്പെടുത്തിയതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. കുഞ്ഞിനെ അവരുടെ ബന്ധത്തിൽ, അതായത് ഈ സഹോദരൻ്റെയും സഹോദരിയുടെയും ബന്ധത്തിൽ കുഞ്ഞൊരു തടസ്സമായി നിന്നു, അതുകൊണ്ട് നടത്തിയ കൊലപാതകം ഇതുതന്നെയാണോ പോലീസിൻ്റെയും കണ്ടെത്തൽ? ഇപ്പം തീർച്ചയായും നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്ന് തന്നെയാണ് ഇപ്പോഴും പോലീസിന്റെ മുന്നിലുള്ളത്. കാരണം ഈ നമുക്കറിയാവുന്നതുപോലെ ഈ കേസ് തുടങ്ങിയ സമയത്ത് കഴിഞ്ഞ ജനുവരി അവസാനത്തായിരുന്നു ഈ ദേവേന്ദു എന്ന് പറയുന്ന 2.5 വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആ സംഭവം നടന്ന അന്ന് മുതൽ നിരവധി ചോദ്യങ്ങൾ നാട്ടുകാരുടെ പരിസരവാസികളിൽ നിന്നൊക്കെ ഉയരുന്ന ചില ചോദ്യങ്ങൾ ഇന്നും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു. പക്ഷെ അതിലേറെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രതിയിലേക്ക് പോലീസിന് ഇപ്പോൾ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രം. ഈ പറയുന്ന അമ്മ ഉൾപ്പെടെ ശ്രീധു ഉൾപ്പെടെ
ഹരികുമാർ ഉൾപ്പെടെയുള്ള പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു ആശ്വാസം ഒഴിച്ചാൽ എന്തിനു ചെയ്തു, എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം, എങ്ങനെയായിരുന്നു എന്നുള്ള നിരവധി ചോദ്യങ്ങൾ ഉത്തരം ഇനിയും കിട്ടാനുണ്ട്. അത് തന്നെയാണ് പോലീസിനെ ഈ ചോദ്യം ചെയ്യാൻ വീണ്ടും പ്രേരിപ്പിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പറയുന്ന ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അവരുടെ ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ, ഫോണുകൾ ഉൾപ്പെടെ നടത്തിയ ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. പോലീസിന് ആദ്യം മുതലേ ഈ പറയുന്ന ശ്രീധുവിൽ സംശയം ഉണ്ടായിരുന്നുവെങ്കിലും ശ്രീധുവിലേക്ക് എത്താൻ വ്യക്തമായ തെളിവുകൾ നിരത്തി എത്താൻ കഴിഞ്ഞില്ല. കാരണം ഒരു നിസ്സഹരണമായിരുന്നു പോലീസിന്റെ ഭാഗത്ത്, അന്വേഷണ സംഘത്തിന് മുമ്പിൽ ശ്രീധു നിന്നതെന്നുള്ളതായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെ നിസ്സഹരണം തുടർന്നിരുന്നു. അതുകൊണ്ട് അവരിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ പോലീസ് ഇവരെ നിരീക്ഷിക്കുകയായിരുന്നു. വ്യക്തമായി നിരീക്ഷിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഫോൺ കോൾ പരിശോധിക്കുകയും തുടർന്ന് ഫോറൻസിക് സെല്ല് നടത്തിയ ലാബ് നടത്തിയ പരിശോധനയിലാണ് ഇവരിലേക്ക് കുറ്റക്കാരാണെന്ന് എത്തുകയും സഹോദരന്മാർ തമ്മിലുള്ള ചില വഴിവിട്ട ബന്ധം പോലും ഉണ്ടോ എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതെല്ലാം ചോദിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടിയിരുത്തി ചോദിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഈ സഹോദരനായ ഒന്നാം പ്രതി എന്ന് ഇപ്പോൾ നിലവിൽ ഒന്നാം പ്രതിയായി പോലീസ് സമർപ്പിച്ചിരിക്കുന്ന ഹരികുമാർ, അതായത് ദേവനന്ദയുടെ അമ്മാവനായ ഹരികുമാറിനെയും ഒപ്പം അമ്മയെയും കസ്റ്റഡിയിലുള്ള രണ്ടുപേരെയും കസ്റ്റഡി അപേക്ഷ നെയ്യാറ്റിൻകര കോടതിയിൽ ബാലരാമപുരം പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയ്ക്കാണ് ഇവർ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കോടതി ഇനി അവധിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. പൂജ ഹോളിഡേ ഉൾപ്പെടെ അവധിയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3-ാം തീയതിയോടുകൂടിയൊക്കെ ഇതിനൊരു കസ്റ്റഡി അപേക്ഷ. തീർച്ചയായും അരുൺ, ഇവിടെ ഈ കുട്ടിയുടെ DNA ഫലം ശ്രീധുവുമായി അകന്നു കഴിയുന്ന ഭർത്താവിന്റെയോ അതോടൊപ്പം ഈ സഹോദരന്റെയോ അല്ലെന്ന് തെളിഞ്ഞതായി പോലീസ് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് കുട്ടിയെ കൊലപ്പെടുത്തിയതിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, മറ്റ് പ്രേരണകൾ ഉണ്ടായിരുന്നോ? ഇക്കാര്യത്തെക്കുറിച്ച് ഉള്ള ഒരു അന്വേഷണം എന്തായാലും നടത്തേണ്ടതല്ലേ? തീർച്ചയായും ടോം, അതും ഒരു ഗൗരവമായ ഒരു വിഷയമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ വരുന്നില്ല. ശ്രീധുവിന്റെ ഭർത്താവ് ഇത്തരം ആരോപണങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ, പക്ഷേ ഈ പറയുന്ന ഒരു ആരോപണത്തിലേക്ക് ഈ ഒരു പരാതിയുമായി രംഗത്തിട്ടില്ല. പ്രതിത്വവുമായി ബന്ധപ്പെട്ട ഒരു പരാതിയിലേക്ക് വന്നിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്നിരുന്നാലും ഇതും പോലീസ് അന്വേഷണ വിധേയമാക്കും. കാരണം ഇപ്പോൾ DNA ഉൾപ്പെടെയുള്ള പരിശോധനയിൽ ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീധുവിന്റെ ഭർത്താവിന്റെയോ അല്ലെങ്കിൽ അമ്മാവിന്റെയോ ഒന്നും DNA പരിശോധനയിൽ കുട്ടിയുടെ ബന്ധം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത് ഗൗരവമായി എടുത്തിട്ടുണ്ട് പോലീസ്. ഈ വിവരങ്ങൾ ഉൾപ്പെടെ ഒരുപക്ഷെ ഈ വരുന്ന ചോദ്യം ചെയ്യൽ, ഈ ഇരുവരെയും ഇരുത്തി ചോദ്യം ചെയ്യലിലൂടെ അതും വിളിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ടാവും. കാരണം ഈ കുട്ടിയെ കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ കുട്ടിയെ ഇങ്ങനെ നശിപ്പിച്ച് കളയാനുണ്ടായ ഒരു സാഹചര്യം, ഇതിന് പിന്നിൽ വേറെ ബാഹ്യ പ്രേരണ വല്ലതും ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു മൗനാനുവാദമാണ് ശ്രീധു നൽകിയത് എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന കുട്ടിയെ കൊലപ്പെടുത്താൻ കൊണ്ടുപോകുന്ന സമയത്ത് ശ്രീധു കാണുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകിയ FIR കൊടുത്ത വിവരമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാണുകയായിരുന്നു, അത് തടഞ്ഞിട്ടില്ലായിരുന്നു. ഒപ്പം കേസിനെ വഴിതിരിച്ച് കളയുന്നതിലേക്ക് വേണ്ടി ഈ പറയുന്ന അവിടെ വീട്ടിൽ പെട്രോൾ ഉൾപ്പെടെ കത്തിച്ച് ശ്രദ്ധ മാറ്റുകയായിരുന്നു എന്നൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയ വിവരം, അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന വിവരം, പോലീസ് നൽകുന്ന വിവരം. പക്ഷെ ഇതെല്ലാം കൂട്ടി വായിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും ഈ പറയുന്ന വരുന്ന രണ്ടുപേരെയും ഇരുത്തി ചോദ്യം ചെയ്ത് പോലീസ് ചുരുളഴിക്കാൻ ശ്രമിക്കുന്നത്. ടോം, യെസ്, വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതക കേസിലാണ് 2 പ്രതികളെ, അമ്മാവനെയും അമ്മയെയും കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. ഓപ്പറേഷൻ നുങ്കോറിൽ അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ കസ്റ്റംസ്. വാഹനങ്ങൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കടത്തിയെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോയമ്പത്തൂർ, ചെന്നൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാകും അന്വേഷണം. ഇതുവരെയും 39 വാഹനങ്ങളാണ് റെയ്ഡിൽ കസ്റ്റംസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഡാനി പോളും വീണ്ടും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഈ ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് കടത്തിയ കാർ വിൽപ്പന നടത്തിയ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു സിനിമാ താരങ്ങളുടെ വീടുകളിലടക്കം ഗ്യാരേജുകളിലടക്കം കസ്റ്റംസിൻ്റെ റെയ്ഡ് നടന്നത്. ഇതുവരെയും 39 വാഹനങ്ങൾ വിവിധയിടങ്ങളിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏകദേശം ഭൂട്ടാനിൽ നിന്നും ഇതേ രീതിയിൽ നിയമവിരുദ്ധമായി ടാക്സ് വെട്ടിച്ച് കടത്തിക്കൊണ്ടുവന്ന 1000-ഓളം വാഹനങ്ങൾ രാജ്യത്ത് വിവിധയിടങ്ങളിലായി വിൽപ്പന നടത്തിയെന്ന് പറയുന്നു. അതിൽ 200-ഓളം വാഹനങ്ങൾ കേരളത്തിലാണ് വിറ്റതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോയതായി പറയുന്നുണ്ട്. തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ അതോ ഈ കേസന്വേഷണം അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ ഉണ്ടായിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ
ഇനി ഈ വാഹനങ്ങൾ കണ്ടെത്താനുള്ള കസ്റ്റംസിന്റെ അടുത്ത നീക്കങ്ങൾ എന്താണ്? ടോമി കേസിൽ ഇപ്പോൾ കസ്റ്റംസ് എത്തി നിൽക്കുന്നത് അവർ വാഹനങ്ങൾ കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ളൊരു വിവരങ്ങൾ അവർക്ക് ലഭിച്ചു. പക്ഷേ ഈ വാഹനങ്ങൾ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന്. ഇപ്പോൾ കുറേ ദിവസങ്ങളായി അവർ നടത്തുന്ന പരിശ്രമങ്ങളുണ്ട്, അത് എങ്ങും എത്താത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. ഏതാണ്ട് 39 വാഹനങ്ങൾ അവർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ 189 വാഹനങ്ങൾ ഇവിടെ കേരളത്തിലുണ്ട് എന്നാണ് അവരുടെ കണക്ക്. മറ്റു വാഹനങ്ങൾ എവിടെയാണെന്നോ എന്താണെന്നോ ആരുടെ പക്കലാണെന്നതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അറിവോ വിവരമോ ഒന്നും തന്നെ കസ്റ്റംസിന് ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു വസ്തുത. എങ്കിലും അവർക്ക് അതിനു വേണ്ടിയുള്ളൊരു പരിശ്രമം അവർ തുടരുന്നു. നിലവിലിപ്പോൾ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രമസമാധാന ചുമതലയുള്ള DGPക്ക് ഈ അന്വേഷണത്തിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടൊരു കത്ത് കൈമാറിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും തന്നെ ഈ കാറുകൾ എവിടെയെന്നത് സംബന്ധിച്ച് ഇവർക്ക് സംശയമുള്ളിടങ്ങളിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. അതിനുള്ള ഒരു സഹായമാണ്, പോലീസ് സഹായമാണ് അഭ്യർത്ഥിച്ചത്. ഒപ്പം പ്രധാനമായ ഒരു കാര്യം, അതിർത്തി ചെക്ക് പോസ്റ്റുകളിലുള്ളൊരു പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം അതും നൽകണം. കാറുകളുടെ ലിസ്റ്റ് എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റംസ് സംശയിക്കുന്നത് ഈ വാഹനങ്ങൾ കടത്തിക്കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയുന്നു. ഇതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒരുപക്ഷെ ഇത്ര വലിയ രീതിയിലുള്ളൊരു കസ്റ്റംസ് പരിശോധന ഉണ്ടായിരിക്കില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ഇതേ തുടർച്ചയായുള്ളൊരു കേസാണ്. അപ്പോൾ ഇവിടെ അതിനുള്ളൊരു സംവിധാനത്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റിടങ്ങളിലാകുമ്പോൾ അതിന് ചിലപ്പോൾ സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെന്നൈയിലെയും ബംഗളൂരുവിലെയും യൂണിറ്റുകളോട് അവർ സഹായം തേടിയിട്ടുണ്ട് കസ്റ്റംസിൻ്റെ. എങ്കിലും വാഹനങ്ങൾ അതിർത്തി കടന്ന് പോകാതിരിക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കസ്റ്റംസ് സംശയിക്കുന്നത് ഈ 2 ദിവസങ്ങളും പിന്നിടുമ്പോഴും വലിയ രീതിയിൽ ചെക്ക് പോസ്റ്റുകൾ പരിശോധന നടത്തുമ്പോഴും ഈ വാഹനങ്ങളിലേക്ക് എത്താനോ അല്ലെങ്കിൽ സംശയാസ്പദമായ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. ഇപ്പോഴുള്ള സംശയം അത് അതിർത്തി കടന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ടാകാമെന്നൊരു വിലയിരുത്തലുണ്ട്. അങ്ങനെയെങ്കിൽ അത് കണ്ടെത്തുക കുറെ കൂടി ദുഷ്കരമാകും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവയുടെ ഒരു വലിയ മാർക്കറ്റ് സജീവമായുള്ളൊരു ഇടങ്ങളെല്ലാം തന്നെയാണ് ഈ കോയമ്പത്തൂരും അതോടൊപ്പം തന്നെ ബംഗളൂരുവും എന്നെല്ലാം തന്നെ പറയുന്നത്. കോയമ്പത്തൂരിൽ വിപുലമായ ഗാരേജ് കോയമ്പത്തൂരിലും അതോടൊപ്പം തന്നെ ഇവിടെ ബംഗളൂരുവിലും എല്ലാം തന്നെയുണ്ട്. ഈ ഇടങ്ങളിലെല്ലാം വാഹനങ്ങൾ എത്തപ്പെട്ടാൽ അതിന് രൂപമാറ്റം സംഭവിക്കാനുള്ള സാധ്യതകളെല്ലാം തന്നെ വളരെ കൂടുതലാണ്. അതൊരുപക്ഷെ പൊളിച്ചു വിൽക്കാൻ പോലും സാധ്യമാവുന്ന രീതിയിലേക്കെല്ലാമാണ്. കാരണം അത്ര വിപുലവും ശക്തവുമായ നെറ്റ്വർക്ക് സംവിധാനങ്ങളെല്ലാം തന്നെ ഇതിനകത്തുണ്ട്. അതിർത്തി കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളിൽ കസ്റ്റംസ് സംശയിക്കുന്നത് പാർട്സുകളായി കൊണ്ടുവന്ന് ഇവിടെ അസംബിൾ ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലെല്ലാം തന്നെ വളരെ ശക്തമായൊരു നെറ്റ്വർക്ക് ഇതിനുണ്ട്. അതുകൊണ്ട് വാഹനങ്ങൾ സംസ്ഥാനം കടന്നു പോയാൽ, ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ സംസ്ഥാനം കടന്നു പോയാൽ തിരിച്ചെടുക്കുക ഒരുപക്ഷെ അത്ര കണ്ട് എളുപ്പമാവില്ല. അതുകൊണ്ട് മറ്റിടങ്ങളിലും ശക്തമായ ഒരു പരിശോധനയ്ക്ക് വേണ്ടി കസ്റ്റംസ് ഒരുങ്ങുകയാണ്. 189 വാഹനങ്ങളെന്ന് പറയുമ്പോൾ പിടിച്ചെടുത്തതിൽ 139 ഉള്ളൂ. ബാക്കിയുള്ളത് അത്രയും തന്നെ കണ്ടെത്തേണ്ടതാണ്. ഈ കേസിൽ അതെല്ലാം തന്നെ വളരെ നിർണായകമാണ്. ഇനി കൂടുതൽ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കണം, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണം. ഇപ്പോൾ നിലവിൽ ലഭ്യമായ കാര്യങ്ങളിലൊരു പരിശോധനയും എല്ലാം തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിൽ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക നീക്കങ്ങൾ ഇതിലുണ്ടാകും. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് നടൻ ദുൽഖർ സൽമാൻ സമർപ്പിച്ചിരിക്കുന്ന ഹർജി, അത് നാളെയാണ് പരിഗണനയിലേക്ക് വരുന്നത്. അതിൽ കസ്റ്റംസ് മറുപടി നൽകേണ്ട കാര്യമുണ്ട്. കസ്റ്റംസിനോടാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി ചോദ്യങ്ങൾ ആരാഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് നിയമവിധേയമല്ല, എല്ലാ രേഖകളും തൻ്റെ പക്കലുണ്ട്, അതൊന്ന് പരിശോധിക്കാൻ പോലും തയ്യാറാകാതെയാണ് കസ്റ്റംസ് തൻ്റെ വാഹനങ്ങൾ പിടിച്ചെടുത്തത്. പിടിച്ചെടുത്ത വാഹനങ്ങൾ തിരികെ തന്നെ അല്ലെങ്കിൽ തൻ്റെ രേഖകൾ പരിശോധിക്കണം എന്നതാണ് ദുൽഖർ സൽമാൻ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. ഇതിൽ കസ്റ്റംസിന് എന്ത് മറുപടിയാണ് അത് ഒരു ന്യായമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ ഡാനി, ഈ കസ്റ്റംസ് നേരത്തെ നിർദ്ദേശം നൽകിയത് കൃത്യമായ രേഖകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ വാഹനം വിട്ടു നൽകുമെന്നാണ്. ഇത് നിയമവിരുദ്ധമായി വാങ്ങിയ വാഹനങ്ങളാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇവർക്ക് അറിവില്ലായിരിക്കാം. ഇതിന് മുൻപ്, കാരണം ഇത് പല കൈകൾ മറിഞ്ഞ് ഇവരുടെ കയ്യിലെത്തിയ വാഹനങ്ങളാണ്, ആഡംബര കാറുകളാണ്. അതിനു മുൻപ് വാഹനം കൈകാര്യം ചെയ്തവരായിരിക്കാം ഈ തട്ടിപ്പിൻ്റെ ഭാഗമായത്. അതിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ? ആരാണ് ഈ തട്ടിപ്പിൻ്റെ ഒരു സൂത്രധാരൻ എന്ന് വ്യക്തമായിട്ടുണ്ടോ? അതോടൊപ്പം ഈ കള്ളപ്പണം വെളുപ്പിക്കൽ ഇതിൻ്റെ മറവിൽ നടന്നിട്ടുണ്ട് എന്ന് കസ്റ്റംസ് പറയുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ ഡാനി? കസ്റ്റംസ് പറയുന്ന ഈ കള്ളപ്പണ ഇടപാട് എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ ED ആണ് പ്രധാനമായും തന്നെ അന്വേഷണം നടത്തുന്നത്. ED
ECIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് പ്രാഥമികമായ ഒരു അന്വേഷണത്തിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ED ഉള്ളത്. ഇതിൽ അവർ സംശയിക്കുന്ന ഒരിടമെന്ന് പറയുന്നത് ഈ വാഹനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വില പലതിനും ഈ വിൻറ്റേജ് മോഡൽ വാഹനങ്ങളാണ്. കാരണം അതെല്ലാം തന്നെ ഒരുപക്ഷെ ഒന്നിലധികം യൂണിറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് വില കൂടുതലുമായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ വലിയ വിലയ്ക്ക് മോഹവിലയ്ക്കെല്ലാം തന്നെ വിറ്റിരിക്കുന്ന സംഭവങ്ങളുമുണ്ട്. അതിസമ്പന്നർ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കൊക്കെയാണത്. അതെല്ലാം അവർ പറയുന്ന ഒരു വില എന്ന രീതിയിലാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ ഈ പണം കൈമാറ്റം എങ്ങനെ നടന്നിരിക്കുന്നു എന്നതാണ് അന്വേഷിക്കുന്നത്. അത് ED അന്വേഷിക്കുന്നതും അങ്ങനെയാണ്. ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള കള്ളപ്പണ ഇടപാടുകൾ അടക്കം നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് ED പരിശോധിക്കുന്നത്. അതിൽ ഇതുവരെയും ECIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ അത് ഉണ്ടാകുമെന്നുള്ളൊരു സൂചനകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുൻപായിട്ട് ഇപ്പോൾ കസ്റ്റംസിൻ്റെ ഒരു അന്വേഷണമാണ് ഇതിലൊരു കാതലായ ഭാഗമെന്ന് പറയുന്നത്. കാരണം അവർ ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ വാഹനങ്ങൾ കണ്ടെത്തുക എന്ന അതീവ ദുഷ്കരമായ ഒരു കാര്യത്തിലാണ്. ഒപ്പം തന്നെയും ദുൽഖറെ പോലുള്ളവർ കൊടുത്തിരിക്കുന്ന നിയമ നടപടികൾ അതിനും മറുപടി പറയേണ്ട ഒരു ബാധ്യത കൂടി വരുന്നുണ്ട്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ഇതിൽ പലകുറി മറിഞ്ഞ് കയ്യിൽ വന്ന വാഹനങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു എൻഡ് യൂസർ എന്ന രീതിയിൽ അവസാനത്തെ ആൾ ഉത്തരം പറയുക എന്നത് ഒരു സാങ്കേതികത്വങ്ങൾ നിറഞ്ഞ ചോദ്യമാണ്. സ്വാഭാവികമായും കോടതി അതുകൂടി പരിഗണിക്കുന്നു. കാരണം ഇവർക്ക് മുൻപ് ഇത് ഉപയോഗിച്ചവർ ആരാണ്? ഒരുപക്ഷെ 2-3 പേര് ഇവർക്ക് അറിയാൻ പറ്റും. നേരത്തെ അമിത് ചക്കാലക്കൽ പറഞ്ഞതുപോലെ തൻ്റെ വാഹനം പൂർണ്ണമായും ശരിയാണെന്ന് തെളിയിക്കാൻ തനിക്ക് കഴിയും. അതിൻ്റെ ഒരു മുൻ രേഖകളുണ്ട്. 2-3 പേരെ തനിക്ക് കൊണ്ടുവരും. പക്ഷേ അതിനു മുൻപ് ഏറ്റവും ആദ്യം ഇത് വാങ്ങി മറിച്ച് കൈവന്ന മുഴുവൻ പേരുടെ രേഖകൾ തൻ്റെ പക്കൽ എങ്ങനെയാണ് വരിക? അതിനുള്ളൊരു സംവിധാനം ഒരുപക്ഷെ നിലവിലുള്ള ഈ മോട്ടോർ വാഹന വകുപ്പിനുണ്ടോ എന്നുള്ള ചോദ്യങ്ങളും ബാക്കി നിൽക്കുന്നുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങൾക്കൊരു വ്യക്തമായ മറുപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ ഈ ഫയൽ ചെയ്തിരിക്കുന്ന കേസിലെങ്കിലും കസ്റ്റംസ് മറുപടി പറയേണ്ടതുണ്ട്. എന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റംസ് അന്വേഷണം തുടരുകയാണ്. ഇപ്പോഴുള്ള പ്രതിസന്ധി ഈ വാഹനങ്ങൾ കണ്ടെത്തുക എന്നത് തന്നെയാണ് അവർക്ക് മുന്നിലുള്ള പ്രതിസന്ധി. അതിന് ഉത്തരം പറഞ്ഞു പോയാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കസ്റ്റംസ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായിട്ടുള്ള കസ്റ്റംസിന്റെ പരിശോധന അയൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ആലപ്പുഴ അരൂരിൽ നിർധന കുടുംബത്തോട് സ്വകാര്യ ബാങ്കിന്റെ ക്രൂരത. അരൂർ സ്വദേശി തങ്കരാജുവിന്റെ വീടിന്റെ പിൻവശത്തെ വാതിൽ പൊളിച്ചാണ് DCB ബാങ്ക് അധികൃതർ ജപ്തി നോട്ടീസ് പതിച്ചത്. എറണാകുളം മറൈൻ ഡ്രൈവ് DCB ബാങ്കിൽ നിന്നും 2022 വായ്പയെടുത്ത 6 ലക്ഷം രൂപയിൽ 1 ലക്ഷത്തിലധികം തിരിച്ചടച്ചെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അടവ് മുടങ്ങുകയായിരുന്നു. പണമടയ്ക്കാൻ സാവകാശം ആവശ്യപ്പെട്ടെങ്കിലും ബാങ്ക് അധികൃതർ അനുവദിച്ചില്ലെന്നാണ് പരാതി. ജോലിക്ക് നേരത്തെ എടുത്ത പണിക്ക് പോകാൻ പറ്റാണ്ട് വന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ബുദ്ധിമുട്ടായി അടക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഏകദേശം ഒരു അവരിപ്പോൾ അവർ നോട്ടീസ് ഇട്ടേക്കണ 10 ലക്ഷം അടക്കണമെന്ന് പറഞ്ഞു. ഇടവ് തെറ്റിയത് ഒരു 3 വർഷമായി. അത് തെറ്റിട്ട് 2 വർഷം കഴിഞ്ഞു. നമ്മുടെ ഈ കാലാവധി 15 വർഷമാണ്. അപ്പം ഞങ്ങൾ ഈ 15 വർഷത്തിനുള്ളിൽ ഞങ്ങൾ അടച്ച് തീർത്തോളാം. അത് നിങ്ങൾ തോന്നിയ പോലെ അടച്ചാൽ പറ്റിയില്ല. ഇത് കറക്റ്റായിട്ട് അടക്കണം. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത് ജീവിക്കാൻ. അപ്പോൾ അത് കാരണം ആണ് ഇത്രയും ഇതായത്. അവരൊന്നും അത് കേൾക്കാണ്ട് വന്ന് അവർ പലപ്പോഴുമായിട്ട് ഇങ്ങനെ വന്ന് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും വന്ന് ബുദ്ധിമുട്ടിച്ച്. ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓർഡർ ഉണ്ടല്ലോ, ഇങ്ങനെ വേറെ കുടുംബം ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഒഴിപ്പിക്കരുതെന്നുണ്ടല്ലോ. നിങ്ങൾ അതും വിശ്വസിച്ചുകൊണ്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ വാക്കും വിശ്വസിച്ചാണ് നിങ്ങൾ ഇരിക്കണമെന്നൊക്കെ എന്നോട് ചോദിച്ചു. അവർ പുറകുവശം പൊളിച്ചപ്പോൾ സാറെ പൊളിക്കല്ലേ ഞങ്ങൾ ആരുമില്ല, ഞങ്ങൾക്കൊരു നിർദ്ധനരാണ്, ഞങ്ങൾ പൊളിക്കല്ലേ നിങ്ങൾ പറഞ്ഞു. പൊളിച്ചവരകത്ത് കയറിയിട്ടു പറഞ്ഞു എന്തായാലും ഞങ്ങളുടെ നടപടി ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞു. ഒരുപാട് ഞാൻ തടുത്ത് സാറേ ഞങ്ങൾ അടക്കാമെന്നും പറഞ്ഞു. അതായത് നമ്മൾ 2 ദിവസത്തെ സാവകാശം ചോദിച്ചപ്പം ഇത് എൻ്റെ ഡിസ്ക്രിഷനാണ് എന്നുള്ള ഒരു ഇതിലാണ്, ഒരു മാനുഷിക പരിഗണന പോലും നൽകിയില്ല. പിന്നെ ആ സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രി പ്രസ്താവിച്ചിരിക്കുന്നതും, അതായത് നമുക്ക് ജപ്തി നടപടികൾ ഒരു വീടുള്ളവർക്ക് അല്ലെങ്കിൽ 2 സെൻറ്റ് ഭൂമിയിലുള്ളവർക്ക് ജപ്തി നടപടികൾ ഉണ്ടാവില്ല എന്ന്. അപ്പം മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് പോലും ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഈ സർഫ്രാക്സി ആക്ടിൻ്റെ പിൻബലത്തിൽ ഈ ഗുണ്ടായിസം കാണിക്കുന്നത്. വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടിയാണ് ഈ സ്വകാര്യ ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനവർ പല കാരണങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. ഒരു പക്ഷേ ഈ വായ്പയുടെ തിരിച്ചടവ് മുടങ്ങി അങ്ങനെ മറ്റു പല ന്യായങ്ങൾ പറയുമ്പോഴും നമ്മുടെ ഭരണകൂടത്തിൻ്റെയൊക്കെ സർക്കാരിൻ്റെയൊക്കെ നിർദ്ദേശങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്.
ഈ ഒരു സംഭവത്തിൻ്റെ ഇത് വാർത്തയായി ന്യൂസ് 8 രാവിലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. എന്താണ് നിലവിലെ ഒരു അവസ്ഥ? എന്താണ് ഈ കുടുംബത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതെന്ന് പറയുന്നുണ്ട്. ഈ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ ഈ കേസിൽ? നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ബാങ്കിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രതികരണമോ മറുപടിയോ ലഭിച്ചിട്ടുണ്ടോ? ഇവരുടെ ധാരണ പ്രകാരം, അതായത് എഗ്രിമെന്റ് പ്രകാരം 15 വർഷത്തിനുള്ളിൽ ഈ പണം തിരിച്ചടച്ചാൽ മതി എന്നാണ്. പക്ഷെ ഇതിപ്പോൾ 2022 എടുത്ത ലോണാണ്. ഇപ്പോൾ ഇത്ര വർഷമേ ആയിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ബാങ്ക് ഇത്തരത്തിൽ ക്രൂരമായിട്ടൊരു നടപടിയിലേക്ക് പോയതെന്ന് മനസ്സിലാകുന്നില്ല. ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെട്ടുവെങ്കിലും അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 വാർത്ത പുറത്തു കൊണ്ടുവരുന്നു. ന്യൂസ് 18 സംഘം മാത്രമല്ല, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആലപ്പുഴ MP, മുൻ MP, വനിതാ കമ്മീഷൻ അടക്കമുള്ളവർ ഈ ബാങ്കുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ അതിൽ ഒരു മറുപടി നൽകുവാനോ ഇവരുടെ ഫോൺ പോലും എടുക്കാത്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഈ ബാങ്ക് അധികൃതരുടെ നിലപാട്. എന്താണ് ഇവർക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അജണ്ടയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും ഇതിൽ ഇരയാക്കപ്പെട്ടിരിക്കുന്നത് ആ പാവപ്പെട്ട അച്ഛനും അമ്മയും മാത്രമാണ്. നിർധനരായിട്ടുള്ള ഒരു കുടുംബമാണ്. ആ വീട്ടുടമസ്ഥന്റെ, ഗൃഹനാഥന്റെ വലതുകാല് ഇടത്തെ കാല് നഷ്ടപ്പെട്ടതാണ് ഒരു വാഹന അപകടത്തിൽ. അതേ തുടർന്നാണ് അദ്ദേഹത്തിന് പിന്നീട് ജോലിക്ക് പോകാനൊന്നും കഴിയാത്ത അവസ്ഥയായത്. അതുവരെ ലോൺ അടച്ചുകൊണ്ടിരുന്നതാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം ലോൺ തിരിച്ചടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ആണ് മുടക്ക് വരികയും പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഈ വെള്ളിയാഴ്ച ബാങ്ക് അധികൃതർ പറയുന്നു നിങ്ങളുടെ വീട് ജപ്തി ചെയ്യാൻ പോവുകയാണെന്ന്. ശനിയാഴ്ച വൈകിട്ടോടുകൂടി ബാങ്കിന്റെ അഭിഭാഷകനും ഒപ്പം ഈ അധികൃതരും എത്തി വീടിന്റെ പുറകുവശത്തെ വാതിൽ പൊളിച്ച് ഉള്ളിൽ കടന്ന് വീടിന്റെ ദൃശ്യങ്ങൾ, അകത്തെ സാധനങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ പകർത്തിയതിന് ശേഷമാണ് വീടിന്റെ മുൻവശത്തെ കൂട്ടി സീല് ചെയ്തിട്ട് പോയത്. ഇവരോട് ഇവിടെ നിന്ന് പോകണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അപ്പോഴും ഈ കുസുമം എന്ന ഈ വീട്ടമ്മ അവരോട് പറയുന്നുണ്ടായിരുന്നു, മുഖ്യമന്ത്രി അടക്കം പറഞ്ഞതല്ലേ ഇങ്ങനെ വീട് ജപ്തി ചെയ്യുന്ന നടപടിയിലേക്ക് പോകരുത്, സാവകാശം നൽകണമെന്നൊക്കെ. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ ക്രൂരത ചെയ്യുന്നത് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് നോക്കി നിങ്ങൾ ഇരുന്നോളൂ എന്ന തരത്തിലുള്ള സംഭാഷണമൊക്കെയായിരുന്നു ഈ DCB ബാങ്കിലെ അധികൃതരിൽ നിന്നും ഉണ്ടായതെന്നാണ് ഈ വീട്ടമ്മ പറയുന്നത്. എന്തായാലും അവർ വലിയ വിഷമത്തിൽ തന്നെയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സാഹചര്യം. അതിനിടയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആതിര ഈ സംഭവം അറിഞ്ഞ് അവിടെ എത്തുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള ഏത് രീതിയിൽ അവരെ സഹായിക്കാം എന്നതിന് വേണ്ടിയിട്ടൊരു നിയമോപദേശമൊക്കെ തേടുന്ന സാഹചര്യമാണ്. എന്തായാലും അഭിഭാഷകൻ മുഖേന കോടതിയിലടക്കം ഇത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുവാനും ഈ കുടുംബത്തിന് അനുകൂലമായൊരു നിലപാട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധി സ്വരൂപിക്കാൻ കഴിയുമോ എന്നവർ ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടിയുണ്ട്. അതിനോടകം തന്നെ ഇവർ പണം എങ്ങനെയെങ്കിലും തിരിച്ചടയ്ക്കാൻ കഴിയുമോ, പ്രത്യേകിച്ച് ഈ പലിശയെങ്കിലും അടച്ചു തീർക്കാൻ കഴിയുമോ എന്നും ആ വിധത്തിലുള്ളൊരു ധനസമാഹരണമൊക്കെ അവരുടെ ഭാഗത്ത് നിന്നും നടക്കുന്നുമുണ്ട്. വെള്ളിയാഴ്ച ഈ ലോൺ ജപ്തിക്ക് ആളുകൾ വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞതാണ് 2 ദിവസത്തെ സാവകാശം തരൂ, തിങ്കളാഴ്ചയോടുകൂടി കുറച്ച് പണമെങ്കിലും അടയ്ക്കാമെന്നാണ്. അതിന്റെ സാവകാശത്തിന് പോലും ഈ അധികൃതർ നിന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ക്രൂരമായ കാര്യം. ആ അമ്മയും അച്ഛനും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അവർ ഏറെ വിഷമത്തിലാണ്, വലിയ ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത്തരത്തിലൊരു മാനുഷിക പരിഗണന എന്ന കാര്യം പോലും കാണിക്കാതെ വെറും ഗുണ്ടകളെ പോലെയാണ് ഈ ബാങ്ക് അധികൃതർ ആ കുടുംബത്തോട് പെരുമാറിയിരിക്കുന്നത് കേട്ടോ. തീർച്ചയായും അത്തരമൊരു ഇടപെടൽ എന്തായാലും രാഷ്ട്രീയ പ്രവർത്തകരുടെ, സാമൂഹ്യ പ്രവർത്തകരുടെയൊക്കെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. താൽക്കാലികമായി ഇവർക്ക് ആശ്വസിക്കാം. പക്ഷേ ഇത്തരമൊരു നടപടി, അതായത് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് പല സ്വകാര്യ ബാങ്കുകളും സാധാരണക്കാരായ ജനങ്ങളെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്. വീടുകളിൽ നിന്നും ജപ്തി ചെയ്ത് ഇറക്കിവിടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ ബാങ്കിൻ്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ? പ്രത്യേകിച്ചും എന്തായാലും നമ്മളൊരു വായ്പ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കണം, അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകും. പക്ഷേ മറ്റേതെങ്കിലും ഒരു നിസ്സഹായ അവസ്ഥ, ചിലപ്പം രോഗം കാരണം അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം, തൊഴിലില്ലായ്മ കാരണമൊക്കെ തിരിച്ചടവ് മുടങ്ങുന്നതായിരിക്കാം. ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെ വീട്ടിൽ നിന്നും ഇറക്കിവിടുന്ന ഒരു സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതല്ലേ നവമി?
തീർച്ചയായിട്ടും ഈ കുടുംബം പറയുന്നുണ്ട്, അവർ പണം തിരികെ അടയ്ക്കില്ല എന്ന് പറയുന്നില്ല, പക്ഷെ അവർക്കൊരു സാവകാശം വേണം. പെട്ടെന്ന് ഈ 10 ലക്ഷത്തോളം, ഈ പലിശ കൂടി ചേർത്ത് 10 ലക്ഷത്തോളം രൂപ തിരികെ അടയ്ക്കണം. നിലവിൽ അവരുടെ സാഹചര്യം അത് അനുവദിക്കുന്നില്ല. പകരം ഒരു ധനസമാഹരണം നടത്തി അല്ലെങ്കിൽ പണം എങ്ങനെയെങ്കിലും കടം വാങ്ങിയവർ ഉടനെ തന്നെ പകുതി കാശെങ്കിലും തിരികെ അടയ്ക്കാം എന്നവർ പറയുന്നുണ്ട്. പക്ഷെ അതിന് പോലും ബാങ്ക് അധികൃതർ ചെവിക്കൊണ്ടില്ല. അതിന് മുൻപ് തന്നെ അവരെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ ശ്രമിക്കുകയും വീട് പൂട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യമൊക്കെ ആയിരുന്നു. പഞ്ചായത്ത് ഇടപെട്ട്, പഞ്ചായത്ത് സെക്രട്ടറി അടക്കം, മെമ്പർ അടക്കം ഇടപെട്ടുകൊണ്ട് അവരെ വീണ്ടും ആ വീട്ടിൽ താമസിപ്പിക്കുകയായിരുന്നു. അതിനിടയിൽ തന്നെ MP യെയും MLA യും വനിതാ കമ്മീഷനെയും ഒക്കെ വിളിച്ച് വിവരം അറിയിച്ചു. അവരുമൊക്കെ ഈ കാര്യം തന്നെയാണ് പറയുന്നത്. ഈ കുടുംബത്തിന് ഈ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത നടപടികളിലേക്ക് കടക്കാം, പക്ഷെ അതിനു മുൻപ് ഒരു സാവകാശം ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് നൽകണമെന്നാണ്. അതിന് പോലും ബാങ്ക് തയ്യാറായിട്ടില്ല. അവർ ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കാത്തൊരു രീതിയിലാണ് ഈ ആതിര എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനോട് തന്നെ വളരെ മോശമായിട്ടാണ് ഇതിന്റെ അഭിഭാഷകൻ സംസാരിച്ചത്. ഇത് പണം അടയ്ക്കാതെ ഒരു ഒത്തുതീർപ്പിനുമില്ല എന്ന കടുത്ത നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അപ്പോഴും ഈ പാവപ്പെട്ട ഈ വയോധികർ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. പോകാൻ മറ്റ് വീടുകളില്ല. ഒരുപാട് സ്വപ്നം കണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. അതിനിടയിലാണ് അദ്ദേഹത്തിന് അപകടം പറ്റുകയും ഇടത്തേക്കാല് മുറിച്ചു കളയേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. ഇനി എന്തെന്നറിയാതെ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ആ കുടുംബം. പക്ഷെ അവരെ സഹായിക്കാൻ ഒരു വിഭാഗം ആളുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ബാങ്ക് കടുത്ത നടപടികളുമായി അല്ലെങ്കിൽ കടുത്ത തീരുമാനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുമാണ് കേട്ടോ. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം. ഇടവേളയ്ക്ക് ശേഷം. ശബരിമലയിലെ ദ്വാരപാലക പീഠം കാണാതായ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. വിരമിച്ച ജില്ലാ ജഡ്ജി അന്വേഷണത്തിന് നിയോഗിച്ചു. സ്പോൺസറുടെ സഹോദരിയുടെ വീട്ടിൽ പീഠം കണ്ടെത്തിയതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നാണ് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും നിലപാട്. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കാനും ഹൈക്കോടതി അനുമതി നൽകി. പീഠം സമർപ്പിച്ചെന്ന് അവകാശപ്പെടുന്ന സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറുമുട്ടിലെ വീട്ടിൽ നിന്നാണ് ദേവസ്വം ബോർഡ് പീഠം പിടിച്ചെടുത്തത്. പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് വീട്ടിൽ കൊണ്ടുവച്ചതെന്ന് കുടുംബം സ്ഥിരീകരിക്കുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, അതായത് 25-ാം തീയതി വ്യാഴാഴ്ച വെളുപ്പിന് നേരം വെളുത്ത് വരുന്ന സമയത്ത് അനിയനും മറ്റേ വേറൊരാളൂടെ അവൻ അങ്ങ് ബാംഗ്ലൂർക്ക് പോവായിരുന്നു രാവിലെ. അപ്പോൾ ഈ ഒരു സാധനം, സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഷീൽഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. വരുന്നവരാരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും. അങ്ങനാണ്. പക്ഷെ ഇത് പിന്നെ അപ്പോൾ അന്ന് ആരും വന്നില്ല. ഇന്നലെയും വന്നില്ല. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇവര് വന്നിട്ട് ഇങ്ങനെ, അപ്പൊ ഞാൻ അവനെ ഉടനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞത് സാധനം ഇങ്ങനെ വേറൊരാളിന്റെ കയ്യിലാണ് ഇരുന്നത്. നമ്മൾ അറിയുന്നില്ല ഇത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നും. ഇത് 3-4 വർഷം മുമ്പ് ചെയ്ത ഒരു കാര്യമാണ്. പിന്നെ ഇത് ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നു, അത്ര തന്നെ. നമ്മള് ഇപ്പൊ സാധനങ്ങള്, പൂജാദ്രവ്യങ്ങളായാലും ഷീൽഡായാലും പിന്നീട് എന്തായാലും കൊണ്ടുവരുമ്പോ നമ്മളിത് എടുത്തു വയ്ക്കും. വേറൊരാൾ വന്ന് കൊണ്ടുപോകാറുമുണ്ട്, പറയുന്നവര് തന്നെ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഇതിപ്പോ ഇങ്ങനെയൊക്കെ ഉള്ളതാണെന്നുള്ളത് എത്രത്തോളം. എൻ്റെ അളിയനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പല സാധനങ്ങളും കൊണ്ടുവയ്ക്കും, പൂജാ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാറുണ്ട്, അവൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് കൊണ്ടുവയ്ക്കാറുണ്ട്. കാരണം അമ്മ അവിടെ എത്തിക്കുകയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ പലർക്കും കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവച്ചിട്ട് ഇന്നാരിവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും എന്ന രീതിയിൽ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ളൊരു ഐറ്റമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഇത് ഇന്നലെ വിജിലൻസിൻ്റെ ആൾക്കാർ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ദേവസ്വം വിജിലൻസാണ് വന്നത്. അവരാണ് ഇങ്ങനൊരു പാക്കറ്റ് ഇവിടെ ഉണ്ട്, അവരെങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല ഇവിടെ കൊണ്ടുവച്ചത്. നമ്മളാരും ദേവസ്വം വിജിലൻസുകാർ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവച്ച ആൾ തന്നെ ആയിരിക്കും പറഞ്ഞത് കാണാൻ. അല്ലെങ്കിൽ പിന്നെ ദേവസ്വം വിജിലൻസ് ഇവിടെ വരേണ്ട കാര്യമില്ല. അവർ വന്നു, ഇതുപോലെ ഇവിടെ ഒരു ഐറ്റം ഉണ്ട് എന്ന് വൈഫിനോട് പറഞ്ഞപ്പോഴും ഞാൻ ആ സമയത്ത് ഞാനില്ലായിരുന്നു. ഇവർ കവറൊക്കെ പൊട്ടിച്ച് നോക്കിയതിന് ശേഷമാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇവർ ഇതെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ദേവസ്വത്തിന്റെ വിജിലൻസിലുള്ള ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയി. സ്വർണ്ണപീഠം കാണാതായതിന്റെ പേരിൽ പടികെട്ട സർക്കാരിനും ദേവസ്വം ബോർഡിനും ആശ്വാസമാകുന്നതാണ് പുതിയ കണ്ടെത്തൽ. വലിയ ഗൂഢാലോചന പിന്നിലുണ്ടെന്നാണ് ബോർഡിന്റെയും സർക്കാരിന്റെയും സംശയം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സാരംഗും കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും ചേർന്നുണ്ട്. ആദ്യം ആജ്ഞയിലേക്കാണ്. ആജ്ഞ, എന്തായാലും ഹൈക്കോടതി ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. റിട്ടയർഡ് ജില്ലാ ജഡ്ജിയാണ് അന്വേഷിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളിലേക്ക് ആയിരിക്കും അന്വേഷണം നടത്തുക? സർക്കാർ, ദേവസ്വം ബോർഡും സംശയിക്കുന്നത് പോലെ ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ടായിരുന്നോ? ടോം,
ടോം സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡിനും സർക്കാരിനും ആശ്വാസകരമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ പോലും 1999 മുതൽ ഹാജരാക്കിയിട്ടുള്ള മഹസർ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ തിരുവാഭരണവുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ദേവസ്വം ബോർഡ് കൈവശമുള്ള സന്നിധാനത്തുള്ള സ്വർണത്തിന്റെ കണക്കും കൃത്യമായി അതിന്റെ മൂല്യം ഉൾപ്പെടെ കൃത്യമായി രേഖപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. റിട്ടയർഡ് ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങുന്നത്. അതേസമയം ദേവസ്വം വിജിലൻസിന് അന്വേഷണം തുടരാമെന്ന് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ഈ സ്പോൺസർഷിപ്പിലുള്ള ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ചില ഇടപെടലുകളിൽ സംശയമുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ദുരൂഹമായ ഇടപെടലുകളാണ് എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ അന്വേഷണം വേണം, കൂടുതൽ വ്യക്തത വേണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സ്വർണ്ണപ്പാളി, അതായത് ഇറക്കിക്കൊണ്ടുപോയി സ്വർണ്ണപ്പാളി പുനഃസ്ഥാപിക്കാനുള്ള അനുമതിയും കോടതി ഇതിനകം നൽകിയിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളി അനുമതിയില്ലാതെ, അതായത് ദേവസ്വം കമ്മീഷണറുടെ അനുമതിയോടുകൂടി മേൽനോട്ടത്തിൽ ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി വേണമായിരുന്നു സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകാൻ. അത് മാത്രമല്ല ശബരിമലയിൽ അല്ലെങ്കിൽ സന്നിധാനവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ദൈവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്വത്ത് വിവരങ്ങളുടെ കണക്കുകൾ കൈകാര്യം ചെയ്യേണ്ടത് ഹൈക്കോടതിയാണ്. പ്രത്യേകിച്ചും ദൈവം മൈനർ എന്നാണ് കണക്ക് ആക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണ പ്രകാരം മാത്രമേ അയ്യപ്പൻ്റെതായാലും ദേവസ്വത്തിൻ്റെതായാലും അതല്ലെങ്കിൽ അമ്പലങ്ങളുമായി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട സ്വത്ത് വിവരങ്ങൾ കൈകാര്യം ചെയ്യാൻ, അത് കൈമാറ്റം ചെയ്യാൻ, അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകാൻ, വിലപിടിപ്പുള്ള വസ്തുക്കൾ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? അക്കാര്യം പരിശോധിക്കേണ്ടതാണ്. എസ് സാരംഗ് ഇന്ന് രാവിലെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഇക്കാര്യത്തിൽ പല സംശയങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ഈ സ്പോൺസർ ഇത് സഹോദരി വീട്ടിൽ കൊണ്ട് ഈ സ്വർണ്ണപീഠം വെച്ചത്? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? തീർച്ചയായും ടോം, ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർന്ന സമയം തൊട്ട് തന്നെ ഇത്തരത്തിൽ സർക്കാരും ദേവസ്വം ബോർഡ് അടക്കം വളരെ പ്രതിസന്ധിയിലാണ്. കാരണം അയ്യപ്പ സംഘം അടക്കം നടത്തുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഈ ഒരു വിവാദം കൊഴുത്തു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അത് മാത്രമല്ല ഈ ദേവസ്വം പ്രസിഡന്റിന്റെയും ദേവസ്വം മന്ത്രിയുടെ അടക്കം പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇതൊരു രാഷ്ട്രീയ അജണ്ടയോടുകൂടി നടത്തിയ ഒരു വിവാദമായിട്ടാണ് അവർ ഇതിനോട് നമ്മോടൊപ്പം പ്രതികരിച്ചത്. കാരണം വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. കാരണം 4 കിലോയോളം സ്വർണ്ണം ഇവിടെ നിന്നും, അതായത് ശബരിമല, അതായത് കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല, അവിടെ നിന്ന് 4 കിലോയോളം ഇത്തരത്തിൽ സ്വർണ്ണപീഠം എല്ലാം കാണാതാകുന്നു എന്ന് പറയുന്നതിൽ വളരെ വലിയ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടമായിരുന്നു അതൊക്കെ. കാരണം വിശ്വാസികളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. മാത്രമല്ല അടുത്ത നിയമസഭാ ഇലക്ഷൻ അടുത്ത് വരുന്നു. ആ സമയത്ത് വിശ്വാസികളെ കൂടെ ചേർക്കാൻ അയ്യപ്പ സംഗമം അടക്കം നടത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയൊരു വിവാദം കൊഴുത്തു വന്നത്. അതിൽ ഇപ്പോൾ സർക്കാരിന് ഒരു പരിധിവരെ ആശ്വാസം നൽകിയിട്ടുള്ള ഒരു കണ്ടെത്തലാണ് കോടതിയുടെയും മറ്റ് ദേവസ്വം വിജിലൻസിന്റെ അടക്കം. കാരണം ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നു. ഈ ഒരു പരാതിക്കാരൻ തന്നെ ഇത് ഒളിപ്പിച്ചു വെച്ച തരത്തിലുള്ള കാര്യങ്ങൾ നീങ്ങുന്നു. ഇതിന്റെ പിന്നിലുള്ള ഒരു പിന്നാമ്പുറത്ത് നടന്ന കഥ, ഇതിലൊരു ഗൂഢാലോചനയുണ്ടോ, ഇതിൽ മനഃപൂർവ്വം ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ച് ഇത് 2019 തൊട്ടുള്ള ഒരു വിഷയമാണ്. അത് ഈ സമയത്ത് കൃത്യമായി ഉയർത്തിക്കൊണ്ടുവന്നത് എന്തിനാണ് എന്നടക്കമുള്ളത് ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണത്തിലൂടെ മാത്രമേ കൃത്യമായൊരു അതിലൊരു കൃത്യത വരികയുള്ളൂ. മാത്രമല്ല ഇത്രയും കാലം ഈ ഒരു പരാതി ഉന്നയിച്ചു വന്ന ഈ ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന ആള് തന്നെയാണ് ഇതിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതടക്കം. കാരണം അദ്ദേഹത്തിന്റെ പെങ്ങളുടെ വീട്ടിൽ നിന്നാണ് ഈ സാധനം, ഈ ഒരു പീഠമടക്കം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള ഒരു വിലയിരുത്തൽ ഈ ഒരു ഇടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും. മാത്രമല്ല ഇതൊരു കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണ സംഘം ഇതിന്റെ മറ്റു തലങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷമായിരിക്കും ഇതിലൊരു വ്യക്തത വരികയുള്ളൂ. ടോം, എന്തായാലും ഹൈക്കോടതി നിയോഗിച്ച റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ ഇക്കാര്യങ്ങൾ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.